കോൺഗ്രസിലെ ആഭ്യന്തര കലകൾ പി ചിദംബരവും ശശി തരൂരും കെ സുധാകരനുമൊക്കെ കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തുകയാണ്. പി ചിദംബരം എന്ന മുൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇന്ത്യ മുന്നണി ദുർബലമാണെന്നും അത് എപ്പോൾ വേണമെങ്കിലും തകരാമെന്നും ബി ജെ പി വളരെ ശക്തമാണെന്നുമാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ഇതുപോലൊരു അപ്രീസിയേഷൻ അവരുടെ സമീപകാലത്ത് കിട്ടിയിട്ടുണ്ടാകില്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തീഹാർ ജയിലിൽ അഴിമതി കേസിൽ കിടന്ന പി ചിദംബരം അവരെ പ്രശംസിക്കാൻ തയ്യാറാകുമ്പോൾ ആ പാർട്ടിക്കൊരു നേട്ടമാണ്. ശശി തരൂരാണെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുമ്പോഴും ശശി തരൂർ പറഞ്ഞത് 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് നിലപാടല്ല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത്. അത് ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരങ്ങളിലൊന്നാണ്. ശശി തരൂർ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള വിദേശ നയതന്ത്ര രംഗങ്ങളിൽ വളരെ പ്രഗത്ഭനായ ഒരു വിശ്വപൗരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ വിലയുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് USSR ആണ്, പഴയ സോവിയറ്റ് യൂണിയൻ. അന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ പക്ഷത്താണ്. അപ്പോൾ ആ സമരകാലത്ത് രണ്ട് പ്രബല ശക്തികൾ തമ്മിലുള്ള ഒരു ബലപരീക്ഷണത്തിൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയോ വാക്കോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ അഭിമാനമാണ്. ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഫ്രണ്ട് പേജിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തെക്കുറിച്ച് വാർത്ത കൊടുക്കുമ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് കോൺഗ്രസ് സംശയം ചോദിക്കുകയാണ്. എന്തിനാണ് ഈ കോൺഗ്രസ് സംശയം ചോദിക്കുന്നത്? കോൺഗ്രസ് ഇന്ത്യ 60 വർഷം ഭരിച്ചൊരു പാർട്ടിയാണ്. 2005 ഡൽഹിയെ സംബന്ധിച്ച് ഒരു തുടർ സ്ഫോടന പരമ്പര ട്രെയിനുകളിൽ ഉണ്ടായിട്ടുണ്ട്. 2006 വാരാണസിയിൽ സ്ഫോടന പരമ്പര ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മുംബൈ അറ്റാക്ക് ഉണ്ടാവുകയും 260ഓളം ആളുകൾ മരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അന്ന് ഈ അറ്റാക്കൊക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടുവെന്ന് പറഞ്ഞ് അതിൻ്റെ രേഖകൾ പുറത്തു വരാനോ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാനോ കോൺഗ്രസ് തയ്യാറായിട്ട്. അത് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്, ഇൻ്റേണൽ സെക്യൂരിറ്റിയുടെ കാര്യമാണ്. ഇപ്പോൾ പഹൽഗാമിൽ ഈ സംഭവം നടക്കുമ്പോൾ ഇവർ പറയുന്നത് അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതിലപ്പുറം അവിടെ ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത 4 തീവ്രവാദികളെ എന്ത് ചെയ്തു? ഇതൊക്കെ ചോദ്യമാണ്. പക്ഷെ അവർ ചോദിച്ച് കഴിയുമ്പോഴേക്കും ഉത്തരം വരുവാണ്. റൌഫ് അസർ എന്ന ആ ഓപ്പറേഷനിൽ നേരിട്ട് പങ്കെടുത്ത ആൾ, അയാളെ സൈന്യം തലയ്ക്ക് ഓട്ടയിടുന്ന അവസ്ഥയുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരം മുട്ടുകയാണ്. പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ ഇന്ത്യയിലെ 99.9% ജനങ്ങളും ഹർഷാരോഗത്തോടെ ഒരു മനസ്സോടെ സ്വാഗതം ചെയ്യുമ്പോൾ കോൺഗ്രസിൽ ഉള്ളിൽ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ആളില്ലാത്ത അവസ്ഥ. അതാണ് പി ചിദംബരത്തിൻ്റെയും ശശി തരൂരിൻ്റെയും ഒക്കെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇതിന് സമാനമായൊരു അഭിപ്രായം കോൺഗ്രസിൻ്റെ പ്രമുഖ സഖ്യകക്ഷിയായ NCPയുടെ ശരത് പവാറും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇറക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി ആരാവണം? മുഖ്യമന്ത്രിയാകാൻ പ്രതിപക്ഷ നേതാവ് സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസിൻ്റെ വാർ കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധിയെയൊക്കെ ഉപദേശിച്ച് ഈ പരുവത്തിലാക്കിയിരിക്കുന്ന KC വേണുഗോപാലും തയ്യാറാണ്. കെ സുധാകരൻ എന്ന കണ്ണൂരിൽ നിന്ന് രാഷ്ട്രീയം കളിച്ച കരുത്തനായ നേതാവിനെ എന്തുകൊണ്ട് മാറ്റിയെന്ന് 74കാരനെ മാറ്റി 72കാരനായ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റിൻ്റെ കസേരയിൽ ഇരുത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നാളെ ഒരവകാശവാദം ഉന്നയിക്കുന്ന ഒരാൾ വരരുതെന്ന് KC വേണുഗോപാലോ സതീശനോ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് KPCC പ്രസിഡന്റ് മാറ്റാൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അവസരങ്ങൾ തരാമായിരുന്നു. എന്നെ മാറ്റിയതിൽ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം അദ്ദേഹം തുടരുകയും രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ത്യയിലും ദേശീയ തലത്തിലും ഒരേ സമയം ദുർബലമാകുന്നൊരു കാഴ്ചയാണ് ഇത്. ഇന്ത്യ എന്ന രാജ്യം ഒരു കാലത്ത് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് തന്നെ മറന്നു പോകുന്നത്. ദേശീയ വിഷയങ്ങളിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പല അഭിപ്രായങ്ങളും, ഒരുപക്ഷെ റിബലിൻ്റെ ഭാഷയിൽ അവർക്ക് സംസാരിക്കാം. എവിടെയാണ്? ഓൾ പാർട്ടി കോൺഫറൻസിന് ശേഷം ഡൽഹിയിൽ രാജ്യസഭയിൽ CPMൻ്റെ ലീഡറായ ജോൺ ബ്രട്ടാസ് ഓൾ പാർട്ടി കോൺഫറൻസിന് ശേഷം പുറത്തു വന്നൊരു കാര്യം ചോദിച്ചു. ഈ വിദേശ മാധ്യമങ്ങളൊക്കെ ഇന്ത്യയിലെ 4 റാഫേൽ വിമാനങ്ങൾ വീഴുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
ഇതിലിയൻസിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ 4 റാഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ വീണിരുന്നെങ്കിൽ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകടനം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അവർ വാർത്തയാക്കിയേനെ. പിന്നെ വീണാൽ ഈ റാഫേൽ ആരുടെയാണ്? നമ്മുടെയാണ്. ഭാരതത്തിലെ ജനങ്ങളുടെയാണ്. ഇവിടെ പരാജയപ്പെടുന്നത് നമ്മളാണ്. പക്ഷെ ഭാഗ്യവശാൽ ഇന്ത്യയുടെ എയർ മാർഷൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ വൈമാനികരെല്ലാം സുരക്ഷിതരാണ്. അപ്പോൾ അവിടെ ഒരു ചർച്ചയില്ല. അത് CPM ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരങ്ങളുടെ കാര്യങ്ങൾ ഉന്നയിക്കും. പക്ഷേ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇതിനൊക്കെ ഏറ്റുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി പുറത്താക്കുമെന്ന് മാത്രമല്ല, ഈ 99 സീറ്റ് വീണ്ടും പ്രതിപക്ഷ നേതാവില്ലാത്ത 40-ലോ 50-ലോ ചെന്ന് നിൽക്കും. ജാഗ്രത.